So starting with what is sampling. Hope the screen is also visible to you. Yes, ma'am. Okay. So as you see in the picture, what is sampling? Maybe you might be aware about the research methodology. Research ചെയ്യുമ്പോഴത്തേക്കും വളരെ essential ആയ ഒരു element ആണ് samples എന്നൊക്കെ നിങ്ങൾ പല കേസിലും കേട്ടിട്ടുണ്ടാവും. So as you see in this picture, ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ population is the larger circle. അല്ലെങ്കിൽ ഈ പോപ്പുലേഷന് ചെറിയ കുറച്ച് ആസ്പെക്റ്റിനെ മാത്രം നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം സാമ്പിളിംഗ്. എന്താ നോക്കാം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും, അപ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഓൺ വാട്ട് ഇസ് സാമ്പിളിംഗ്, സാമ്പിളിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ടേംസ് അല്ലെങ്കിൽ പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദേ ആർ ദ ഡെഫിനിഷൻസ് റിലേറ്റിംഗ് ടു സാമ്പിളിംഗ്. ദെൻ വാട്ട് ഇസ് സാമ്പിൾ ഡിസൈൻ, വാട്ട് ഇസ് ദി എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സാമ്പിൾ, അല്ലെങ്കിൽ ഒരു സാമ്പിൾ വളരെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ ഗുഡ് സെലക്ഷൻ ആണ് എന്ന് തോന്നാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. വാട്ട് ഇസ് ദ സ്റ്റെപ്സ് ഫോളോഡ് ഇൻ സെലക്ടിങ് എ സാമ്പിൾ, വാട്ട് ഇസ് എ സാമ്പിളിംഗ് പ്ലാൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിളിംഗ്, നീഡ് ഫോർ സാമ്പിളിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സാമ്പിളിംഗ്. ഇതിനകത്ത് നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്ന ആ ചാപ്റ്ററിലെ വാട്ട് ഇസ് സാമ്പിളിംഗ്. ജസ്റ്റ് വെറുതെ അങ്ങനെ സാമ്പിളിങ്ങിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം എന്ന് വെച്ച് നമ്മൾ സാമ്പിളിംഗ് മാത്രം പഠിച്ചാൽ പോരാ, യു നീഡ് ടു ബി അവെയർ വിത്ത് ഓൾ ദീസ് തിങ്സ്. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്സ്, നീഡ്, ഇമ്പോർട്ടൻസ്, ഇതെല്ലാം വരും അതിനകത്ത്. പിന്നെ സെക്കൻഡ് ടോപ്പിക് നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന നീഡ് ഫോർ സാമ്പിളിംഗ് ആണ്, അത് ഞാൻ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ മൂന്നാമത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആണ് സാമ്പിളിംഗ് ഫ്രെയിം. ദാറ്റ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് സബ് ടോപ്പിക്കായ സാമ്പിളിംഗ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷനിൽ. അപ്പോൾ സിലബസിലുള്ള 3 ടേംസ് ഇതിൽ വരുന്നുള്ളൂ എങ്കിലും, അല്ലെങ്കിൽ 3 ടോപ്പിക്കായിട്ടേ വരുന്നുള്ളൂ എങ്കിലും, ദിസ് ലാർജ് ഏരിയ വെറുതെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can't restrict our discussions to few topics. കുറച്ച് ടോപ്പിക്സിലോട്ട് മാത്രം നമുക്ക് ചുരുക്കാൻ പറ്റത്തില്ല. You need to be aware about all these things. So moving to the first area, that is what is sampling. So sampling എന്ന് പറയുന്നത്, as you see in the picture, we are trying to select a few from the entire population. So say for example, you are going to collect feedback from the first year students of our campus. കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളിൽ നിന്നും ക്യാമ്പസിനെ പറ്റിയുള്ള ഒരു വർഷത്തെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന ഇതുവരെ ഉള്ള, ഈവൻ ദോ ഫിസിക്കൽ ക്ലാസ്സസ് വളരെ കുറവായിരുന്നെങ്കിൽ പോലും ഉണ്ടായിരുന്ന സമയത്തെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഡു സോ. നിങ്ങളോട് ഇത് പറഞ്ഞ് ഏൽപ്പിച്ചത് ഞാനാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു സ്റ്റഡിയുടെ ഭാഗമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ പറഞ്ഞു 3 ദിവസത്തിൽ ഐ നീഡ് ദ ഡേറ്റ വിത്തിൻ 2 or 3 days. ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ടെക്നോളജി, വാട്സപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ വഴി നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാം, അത് കാര്യം. ബട്ട് യു തിങ്ക് ദാറ്റ് യു ആർ നോട്ട് യൂസിങ് എനി ഓഫ് ദീസ് ടെക്നിക്സ്. പണ്ട് കാലത്തപ്പോൾ ഇതിന് മുന്നേ ഈ പറഞ്ഞ ഗൂഗിൾ ഫോം ആയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ മനുഷ്യർ എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ദേ യൂസ് ടു പ്രിപ്പയർ ക്വസ്റ്റനേഴ്സ് ഓർ ഇന്റർവ്യൂ സ്കെഡ്യൂൾ. ക്വസ്റ്റനേഴ്സ് ആണെങ്കിൽ ആ റെസ്പോണ്ടന്റ് തന്നെ ഫില്ല് ചെയ്ത് തരും. ഇന്റർവ്യൂ സ്കെഡ്യൂൾ ആണെങ്കിൽ എന്യൂമറേറ്റർ, ഇപ്പൊ നിങ്ങളാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ദാറ്റ് എന്യൂമറേറ്റർ. അപ്പൊ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുവരും. ഇതാണ് സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, യു നീഡ് ടു പ്രിപ്പയർ ഇറ്റ് വിത്തിൻ 3 days എന്ന് പറയുകയാണ്. വെദർ ഇറ്റ് ഇസ് പോസിബിൾ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ 3 ദിവസം കൊണ്ട് ചെയ്യാമെന്ന്? ആൻഡ് ഐ ആം ഗിവിങ് ഇറ്റ് ഓൺലി ടു 5 സ്റ്റുഡൻസ്. നിങ്ങളുടെ ക്ലാസ്സിലെ 5 സ്റ്റുഡൻസ്, ഒരു ഗ്രൂപ്പ്, അവർക്ക് മാത്രം ഈ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. വെദർ ഇറ്റ് ഈസ് പോസിബിൾ, എല്ലാ സ്റ്റുഡൻസിൻ്റെയും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടൈം എന്ന് പറയുന്ന ലിമിറ്റേഷനും പിന്നെ ഇപ്പോഴത്തെ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കിയിട്ട് പണ്ടത്തെ രീതിയിലുള്ള ഒരു ഡേറ്റ കളക്ഷന് നമുക്ക് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ വാട്ട് യു ഡു,
നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വളരെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ ശ്രമിക്കും. അതൊരു രീതി. 42 ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 5 സ്റ്റുഡൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു നമ്പർ ഫിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നു. അത് ഒരു ഗ്രൂപ്പുകാർ ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. അവരെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. എന്നാൽ at another group they have decided that they will collect data from only one campus. നോർത്ത് ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ്സ് എടുക്കുന്നില്ല, ഒരു ക്യാമ്പസിലുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ളത് മാത്രം എടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന റെസ്പോണ്ടൻസിനെ തിരഞ്ഞെടുക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടെ ടൈം എന്ന ഫാക്ടർ കൊണ്ട് യു ആർ ഫോഴ്സ്ഡ് ടു സിലക്ട് സം റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ദി എൻറ്റയർ സ്റ്റുഡൻസ് ഓഫ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിലെ മൊത്തം വിദ്യാർത്ഥിനികളിൽ നിന്നും നമുക്ക് വളരെ ചുരുക്കം ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് സാമ്പിളിംഗ്. സോ യു ആർ സെലക്ടിങ് എ ഫ്യൂ റെപ്രസെന്റേറ്റീവ് പോർഷൻ ഫ്രം ദ എൻറ്റയർ പോപ്പുലേഷൻ. എൻറ്റയർ പോപ്പുലേഷനിൽ നിന്നും കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം സാമ്പിളിംഗ്. Actually, you are studying about or we are discussing it as part of quantitative method എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഇറ്റ് ഇസ് ദി ഇന്റഗ്രൽ പാർട്ട്, ഒരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ പറയാം. ഒരു റിസർച്ചിന്റെ ഒരു വലിയ അടിസ്ഥാന ഘടകമാണ് ഹൗ യു ആർ സെലക്ടിങ് ദ സാമ്പിൾസ്. ഇപ്പം കോവിഡിന്റെ ഇമ്പാക്ട് തന്നെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ നല്ല റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ പറയുമ്പോൾ പെട്ടെന്ന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇതായതുകൊണ്ട് പറയുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ടെസ്റ്റ് അല്ലെങ്കിൽ എത്ര പേരിലാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ എത്ര ശതമാനം പോസിറ്റീവ് ആവുന്നു എന്നുള്ളത്. ഹൗ ഇറ്റ് ഈസ് ബീൻ ട്രീറ്റഡ് ആസ് ക്രിട്ടിക്കൽ ഓർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സ്പ്രെഡ് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആക്ച്വലി ആ റേറ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൻ വി ആർ മെഷറിങ് ഇറ്റ് സോ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില റീജിയൻസ്, ചില പാർട്ട് കേരളത്തിന്റെ ചില ഭാഗത്ത് ഒരുപാട് സ്പ്രെഡ് ഉള്ളതായിട്ട് കാണപ്പെട്ടു. അതെങ്ങനെയാ മനസ്സിലായത്? വി ആർ കളക്ടിങ് സാമ്പിൾസ് ബൈ ഫോക്കസിങ് ദാറ്റ് ഏരിയ. ആ ഏരിയ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ റിസർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ ടു നോ ദ സ്പ്രെഡ് ഓഫ് ദ ഡിസീസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്രൂഷ്യൽ എലമെന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വാട്ട് ദേ ഫോക്കസസ് റേറ്റ് കൂടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സോൺസിൽ ദേ ആർ ഫോക്കസിങ്. അപ്പോൾ അതാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിങ്ങിനെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിയുടെ പാർട്ട്. ഇഫ് എ പേഴ്സൺ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദി എന്താണ് സിവിയർനെസ്, ഈ ഡിസീസിന്റെ സ്പ്രെഡ് അല്ലെങ്കിൽ അതിന്റെ സിവിയർനെസ് മനസ്സിലാക്കാൻ ഒരാൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ ഹി വിൽ ബി കളക്ടിങ് സാമ്പിൾസ് ബേസ്ഡ് ഓൺ ദ ഏരിയാസ് ലൈറ്റ്ലി അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഈ റേറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. സോ ദിസ് ഈസ് ദി കേസ് ഓഫ് പ്യുവർ ആപ്ലിക്കേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് സാമ്പിളിംഗ്. അപ്പൊ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നാവാം സാമ്പിൾസ് എടുക്കുന്നത്, മേ ബി ഇവന്റ്സ് ആവാം സാമ്പിൾസ്, ബിഹേവിയർ ആവാം സാമ്പിൾസ്. ഇപ്പൊ ഫിലോസഫി, സൈക്കോളജിസ്റ്റ് ഇവർക്കൊക്കെ ഹ്യൂമൻ ബിഹേവിയർ ആയിരിക്കും അവരെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത് സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് സ്റ്റഡി. ഞാൻ ഹെൽത്ത് ഫീൽഡിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനിയിപ്പോ കൊമേഴ്സിൽ ഇപ്പൊ നിങ്ങൾ വീണ്ടും ആലോചിക്കുകയാണ് ഈ ഓൺലൈൻ ക്ലാസിന്റെ ഇഫക്റ്റീവ്നെസ് എസ്പെഷ്യലി ഫോർ പ്രോബ്ലം പേപ്പേഴ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ യു വിൽ ബി കണ്ടക്ടിങ് എ സ്റ്റഡി എമംഗ് ദി കൊമേഴ്സ് UG സ്റ്റുഡൻസ് അല്ലെങ്കിൽ PG സ്റ്റുഡൻസിന് ഇടയ്ക്കായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്റ്റഡി ആസ്പെക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ എന്താണ് ആ പെർട്ടിക്കുലർ സ്റ്റഡിയുടെ എലമെന്റ്സ് എന്ന് പറയുന്നത്? അത് പീപ്പിൾ ആവാം, ഇവന്റ് ആവാം, ബിഹേവിയർ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റഡി വിച്ച് യു ആർ അണ്ടർടേക്കിംഗ്. സോ ദാറ്റ് ഈസ് അബൌട്ട് സാമ്പിളിംഗ്. അപ്പോ സാമ്പിളിംഗ് ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ ലാർജർ പാർട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പായ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. ഇപ്പോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ആ ടാസ്ക് പ്രകാരം ഒരു ഗ്രൂപ്പുകാർ ചെയ്തുകൊണ്ട് വന്ന് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്റ്റൽ മേറ്റ്സ് ഹോസ്റ്റലിലുള്ള കുറച്ച് വിദ്യാർത്ഥികളോട് ചോദിച്ചുകൊണ്ട് വന്നു വാട്ട് ഹാപ്പൻസ്.
എല്ലാ ടീമിൻ്റെയും റിസൾട്ടിൽ ഒരു വലിയ വൈരുദ്ധ്യം വരും. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് സമയമില്ല, 3 ദിവസമേ ടീച്ചർ തന്നിട്ടുള്ളൂ. ആ 3 ദിവസം കൊണ്ട് യു നീഡ് ടു നോ ദി ഫീഡ്ബാക്ക് ഫ്രം ദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൽ നിന്ന് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ്, ഇപ്പൊ നിങ്ങൾ കളക്ട് ചെയ്തത് 50 സ്റ്റുഡൻസ് ആവട്ടെ, അല്ലെങ്കിൽ 80 കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ 100 കുട്ടികളാവട്ടെ, ഈ 100 കുട്ടികൾ എന്ന് പറയുന്നത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം? എൻ്റയർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം. ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ കുറച്ചു പേരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആരെ പറ്റിയാണ് ആ ഡേറ്റയുടെ ബേസിസിൽ പറയാൻ പോകുന്നത്? എൻ്റയർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികൾക്ക് ഇന്ന കാര്യത്തിലെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് ആണെങ്കിൽ ഫെസിലിറ്റീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ അവർ തൃപ്തരാണോ, അല്ലെങ്കിൽ വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ വെദർ ദേ ആർ ലാക്കിംഗ് ക്യാമ്പസിന്റെ ആംബിയർ, അങ്ങനെ കുറെ എലമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈവൻ ദോ നിങ്ങൾ കളക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കം ആൾക്കാരെന്നാണെങ്കിൽ പോലും വാട്ട് യു ആർ ട്രൈയിങ് ടു ഡു, നിങ്ങൾക്ക് കിട്ടിയ 100 പേരാണെങ്കിൽ 100 പേര്, 80 പേരുടെ റിസൾട്ട്സ് ആണെങ്കിൽ 80 പേര്, ഇതിന്റെ ബേസിസിൽ യു ആർ ഗോയിങ് ടു മേക്ക് ജനറലൈസേഷൻ. വാട്ട് ഈസ് ജനറലൈസേഷൻ? എൻ്റയർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികൾക്ക്, ക്യാമ്പസിലുള്ള എൻ്റയർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് സോ ആൻഡ് സോ തിങ്സ്, അല്ലെങ്കിൽ വിത്ത് ഈസ് അൺസാറ്റിസ്ഫൈഡ് വിത്ത് സോ ആൻഡ് സോ തിങ്സ്. അതായത് ഇത്രയും പേരുടെ അഭിപ്രായത്തിന്റെ ബേസിസിൽ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഫൈൻഡിങ്സിൽ എത്തിച്ചേരും. അതാണ് ആക്ച്വലി നമ്മൾ സാമ്പിളിങ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒരു ഇന്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഒരു റിസർച്ചിന്റെ ബാക്ക് ബോൺ എന്നൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ലാർജർ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ സാമ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പിൾ നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ കടക്കുന്നത് തന്നെ ടു നോ ഓർ ടു ഗെയിൻ ഇൻഫർമേഷൻ ഫ്രം അബൌട്ട് ദ പോപ്പുലേഷൻ. പോപ്പുലേഷനെ പറ്റി നിങ്ങളുടെ സ്റ്റഡിയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന ആരാണ്? ഞാൻ തന്ന ക്ലാസ്സിലെ ടാസ്കിലെ പ്രകാരം പോപ്പുലേഷൻ എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ്, അവരാണ് പോപ്പുലേഷൻ. സാമ്പിൾ ആരാണ്? നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 100 എങ്കിൽ ആ 100 നമുക്ക് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. 100 സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ദാറ്റ് 100 സ്റ്റുഡൻസ് ബിക്കംസ് ദ സാമ്പിൾ ഓഫ് ദി സ്റ്റഡി. ഹോപ്പ് യു ആർ അവെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി വാട്ട് ഈസ് പോപ്പുലേഷൻ, വാട്ട് ഈസ് സാമ്പിൾ എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യു ക്യാൻ ഗിവ് എ റിപ്ലൈ. നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് സാമ്പിളിംഗ് എന്ന് മനസ്സിലായെങ്കിൽ അത് റിപ്ലൈ ചെയ്യാം. പോപ്പുലേഷൻ ഇഫ് യു ഗെറ്റ് ആൻ ഐഡിയ യു ക്യാൻ ഗിവ്. അതുപോലെ സാമ്പിൾ, ഇത് തമ്മിലൊരു വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പറയുന്നതിൽ കാര്യമുള്ളൂ. ഓക്കെ, യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. ക്ലിയർ ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദി അതേഴ്സ്? ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്താലും മതി, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല. മാം, സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനും, അപ്പോൾ ഈ പോപ്പുലേഷനല്ലേ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? അങ്ങനെയല്ല, അതിന് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിടാം. ഇപ്പോൾ വാട്ട് ഇസ് സാമ്പിളിംഗ്? സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഞാൻ ക്ലാസ്സിൽ തന്ന ഒരു അസൈൻമെന്റിന്റെ കേസ് തന്നെ പറയാം. There the population is the first year students of Karyavatam campus. Sample is the 100 students you are selecting. Okay. ഈ 100 സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓഫ് കാര്യവട്ടം ക്യാമ്പസ്. സാമ്പിൾ ഇസ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ 100 സ്റ്റുഡൻസ് യു ആർ പിക്കിംഗ് ഔട്ട് ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ്. മൊത്തം വിദ്യാർത്ഥിനികളിൽ നിന്ന് 100 പേരെ തിരഞ്ഞെടുക്കുന്ന ആ 100 പേരാണ് നിങ്ങളുടെ സ്റ്റഡിയുടെ സാമ്പിൾ. ഈ 100 പേരെ നിങ്ങൾ എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത്, അതിന് കുറേ മെത്തേഡും കാര്യങ്ങളും നിയമാവലികളും ഒക്കെ ഉണ്ട്. കാരണം ആ അത്രയും വിദ്യാർത്ഥിനികളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ എല്ലാം കാഴ്ചപ്പാട് വരുന്ന രീതിയിൽ വേണം ഈ 100 ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ. അവിടെയാണ് നമ്മൾ വി ഷുഡ് ബി കീപ്പ് ഇൻ മൈൻഡ് സം ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ ആദ്യം പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് എന്താണ് സാമ്പിൾ എന്ന് മനസ്സിലാക്കുക. ഈ സാമ്പിൾ കണ്ടെത്താനും അത് ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Others can reply in the chat box. Okay.
Okay. So in moving to next other set of terms you should be aware. നിങ്ങൾ അറിയേണ്ട കുറച്ച് ടേംസ് ആണ്. നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിൾ എടുക്കുന്ന എൻറ്റയർ പ്രോസസ്സിന് സാമ്പിളിംഗ് എന്ന് പറയും. നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു ജനറലൈസ്. അതായത് നിങ്ങൾക്ക് ഈ 100 വിദ്യാർത്ഥിനികളെ തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് പ്രകാരം ഇപ്പോൾ എത്രയാണോ ടോട്ടൽ സ്റ്റുഡൻസ്, ക്യാമ്പസിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര പേരാണോ അത്രയും പേരുടെയും ഒപ്പീനിയൻ അങ്ങനെയാണ് എന്ന് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അതാണ് ബേസിക് പർപ്പസ് ഓഫ് സാമ്പിളിംഗ്, അതേത് സ്റ്റഡി ആണെങ്കിലും. ഇനിയും there are certain kinds of population, പല ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ we will discuss it in the later slides. വീണ്ടും അപ്കമിങ് സ്ലൈഡ്സ് വരും, അത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്വാറ്റിക് ബയോളജിയോ അല്ലെങ്കിൽ ഫിഷറീസിലോ സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തി, ഇതൊരു പോണ്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, കുളം. അപ്പം ഇപ്പൊ നമ്മുടെ അവിടുത്തെ ഹൈമാവതി കുളമാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ആ കുളത്തിലെ മീൻസ് അവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയെ പറ്റി നമുക്ക് അതിനെപ്പറ്റി സ്പെസിഫിക് സബ്ജക്ട്സ് ഒന്നും എനിക്കും ഐഡിയ ഇല്ല, ഫിഷറീസ് ആയാലും അക്വാറ്റിക് ബയോളജി ആയാലും. അപ്പൊ അവർ അവിടുത്തെ ഫിഷുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സ്റ്റഡി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കുളത്തിലുള്ള മുഴുവൻ മീനിനെ എടുത്ത് റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ദേ ആർ സിലക്ടിങ് സം ഫ്യൂ ഫിഷസ് ഫ്രം ദി പോണ്ട്. അപ്പൊ ആ കുറച്ച് ഫിഷുകളാണ് നമ്മുടെ സാമ്പിൾ. ഓക്കെ, ഈ ഫിഷ് അല്ലെങ്കിൽ അതിന്റെ എക്കോസിസ്റ്റം, കാരണം ഒരേ പോണ്ടിൽ നിന്ന്, ഈ പോണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അവിടുത്തെ എക്കോസിസ്റ്റവും എല്ലാം സെയിം ആയിരിക്കും. അപ്പം സാമ്പിൾ എടുത്തു, കുറച്ച് ഫിഷ്, അതിൽ നിന്നും എന്താണോ നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ സ്റ്റഡിക്ക് ഒരു ലക്ഷ്യം കാണുമല്ലോ. നമ്മൾ അപ്പോഴേ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ കേസ് പറഞ്ഞപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതുപോലെ ഇവരുടെ മനസ്സിലും അല്ലെങ്കിൽ ഈ അക്വാറ്റിക് ബയോളജിയിൽ എന്ത് സ്റ്റഡിയാണോ ചെയ്യുന്നത്, അവർക്ക് ഈ ഫിഷിനെ പറ്റി എന്തോ ഒരു സ്പെസിഫിക് സ്റ്റഡിയാണ് അവർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഈ 5-10 ഫിഷ് അല്ലെങ്കിൽ എത്ര ഫിഷാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ആ എടുക്കുന്ന ഫിഷിൽ നിന്ന് എന്താണോ അവർക്ക് ഫൈൻഡിങ് കിട്ടുന്നത്, ആ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഈ 10 ഫിഷുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കില്ല. ഇറ്റ് വിൽ ബി ബേസ്ഡ് അപ്പോൺ ദി എൻറ്റയർ എക്കോസിസ്റ്റം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് നമ്മൾ ഈ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണോ മനസ്സിലാവുന്നത്, ആ ഇൻഫറൻസ്, അങ്ങനെയാണ് കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസേജ് എന്ന് പറയുന്നത്. വി വിൽ ബി മേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ. ആ കുളത്തിനെ പറ്റി മൊത്തത്തിൽ നമ്മളൊരു ഇൻഫറൻസിൽ എത്തുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും? നമ്മൾ എടുക്കുന്ന 5 or 10 ഫിഷസ്, വാട്ട് എവർ ബി ദ നമ്പർ, ആ എടുക്കുന്ന സാമ്പിൾസിന്റെ ബേസിലായിരിക്കും. സോ അപ്പൊ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സാമ്പിളിംഗ് എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ഇസ് വാട്ട് ഇസ് സാമ്പിളിംഗ് കോൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പം സെക്കൻഡ് ടോപ്പിക് ഓഫ് ടുഡേസ് ഡിസ്കഷൻ ഇസ് സാമ്പിളിംഗ് കോൺസെപ്റ്റ്സ് ഓർ ഡെഫിനിഷൻ. അതായത് സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേംസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ 1 മാർക്ക് ക്വസ്റ്റ്യൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. ഇതിനകത്ത് ഫ്രം ഔട്ട് ഓഫ് ദിസ് 8 ടേംസ്, ഈ 8 ടേംസിനകത്ത് ഒരു ടേം മാത്രമേ നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദി സാമ്പിളിംഗ് ഫ്രെയിം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. We will see it one by one. So the first term is what is population. ഇപ്പൊ നമ്മൾ കുളത്തിന്റെ കഥ പറഞ്ഞതും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളുടെ കഥ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദി എൻറ്റയർ അഗ്രിഗേഷൻ ഓർ അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഓഫ് ഐറ്റം. ടോട്ടൽ ഓഫ് ഐറ്റമിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്റ്റഡി നടത്തുന്നു, മൈഗ്രന്റ് ലേബേഴ്സ് in Kerala. The problems faced by migrant labours during COVID ആണെന്ന് വിചാരിക്കുക ഒരു ഏരിയ. അല്ലെങ്കിൽ കോവിഡിന് വിടുക, മൈഗ്രന്റ് ലേബേഴ്സിന്റെ അവരുടെ വർക്ക് എൻവയോൺമെന്റിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ ആണെന്ന് ഓഫ് കോഴ്സ് അതാണ് സ്റ്റഡി എന്ന് വിചാരിക്കുക. അപ്പൊ കേരളത്തിൽ ഉള്ള ഫുൾ മൈഗ്രന്റ് ലേബേഴ്സ്, ജില്ലയില്ല, സിറ്റി ഇല്ല, അങ്ങനെ ഒന്നും നോക്കുന്നില്ല. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന എല്ലാ മൈഗ്രന്റ് ലേബേഴ്സും ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ആരെന്ന് പറയുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പോപ്പുലേഷൻ സാമ്പിളിംഗില് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the units from which you are going to take the sample. Okay,
ക്യാപിറ്റൽ ലെറ്റർ എന്നിലായിരിക്കും നമ്മൾ സൈസ് ഓഫ് പോപ്പുലേഷൻ മെൻഷൻ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ കേസ് പറഞ്ഞു. എത്രയാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സപ്പോസ് ക്യാപിറ്റൽ ലെറ്റർ എൻ ഇസ് ദ പോപ്പുലേഷൻ ആണെങ്കിൽ there are 42 ഡിപ്പാർട്ട്മെന്റ്സ്. പക്ഷെ പല ഡിപ്പാർട്ട്മെന്റിന്റെയും സ്ട്രെങ്ത് ഇസ് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഐ ആം അസ്യൂമിങ് ഇറ്റ് ആസ് ഒരു 750 വെക്കുകയാണ്. അത്ര ഉണ്ടാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു അസംഷൻ. ഓക്കെ, അപ്പം ഈ പോപ്പുലേഷനിൽ നിന്നും യു വിൽ ബി ടേക്കിംഗ് സ്മോൾ ലെറ്റർ എൻ ആണ് 100 സ്റ്റുഡൻസ്. Okay, that is commonly there is a practice that the population related data, അതായത് ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും മെൻഷൻ ചെയ്യുക. എന്നാൽ സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഓൾ ദോസ് തിങ്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സാമ്പിൾ ആണെങ്കിൽ വി വിൽ റൈറ്റ് ഇറ്റ് ഇൻ സ്മോൾ ലെറ്റർ. That is an actual practice. So that is about the population. See, വീണ്ടും population sample ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് ടോട്ടൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന് വിചാരിക്കുക. The first one and this is the sample. നിങ്ങൾ എടുത്ത ആൾക്കാർ. Okay, this is the sample. Moving on to some specific terms relating to population. See the larger circle. ഈ larger circle ഈ full element ആണ് population. അത് മൊത്തം full circle. എന്നാൽ we will cut short it. നിങ്ങളുടെ സ്റ്റഡിക്ക് സ്പെസിഫിക്നെസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാമ്പിൾസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുത്താൽ ആരൊക്കെ വരും? സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്യാമ്പസിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വിൽ ബി ദർ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ടാവും, എംഫിൽ സ്കോളേഴ്സ് ഉണ്ടാവും, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവും, PDF ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, ഐ എം കൺസിഡറിങ് എവറി വൺ ആസ് സ്റ്റുഡൻസ്, ഈവൻ ദോ ദേ ആർ ബി സ്കോളേഴ്സ്, റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിൽ ഇവരെല്ലാം ഞാൻ സ്റ്റുഡൻസ് എന്നാണ് എൻ്റെ സ്റ്റഡി സംബന്ധിച്ച് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ആയിരിക്കും. എന്നാൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് പോപ്പുലേഷൻ, ദി സെക്കൻഡ് സർക്കിൾ, ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആരെ മാത്രമായിരിക്കും? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ്, ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് സർക്കിൾ, ദിസ് ദി സ്മോളർ വൺ, ദാറ്റ് ഇസ് കോൾഡ് ദി ആക്സസബിൾ പോപ്പുലേഷൻ. അപ്പൊ ആദ്യം എന്തായിരുന്നു? ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് തൊട്ട് അങ്ങ് PDF സ്കോളേഴ്സ് വരെ വരുന്നവരാ നമ്മുടെ ആ എക്സാമ്പിളിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിലും ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് സാമ്പിളിംഗ് രീതിയിൽ നിങ്ങൾക്ക് സാമ്പിൾ ചെയ്യേണ്ട ആരെയാണ്? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ബിക്കം ദ ടാർഗറ്റ് പോപ്പുലേഷൻ. ആക്സസബിൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ റിസർച്ചറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ 3 ദിവസത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓൾ ദോസ് students from them you are able to collect the data. നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിസർച്ചേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു പോപ്പുലേഷനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ആക്സസബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ആക്സസബിൾ പോപ്പുലേഷനിൽ നിന്നായിരിക്കും നമ്മൾ ആരെ തിരഞ്ഞെടുക്കുക? സാമ്പിളിനെ തിരഞ്ഞെടുക്കുക. ഓക്കെ, from which we will select the sample based on the method. Okay, അപ്പോൾ population എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്, എംഫിൽ സ്കോളേഴ്സ്, റിസർച്ച് സ്കോളേഴ്സ്, PDF എല്ലാം ക്യാമ്പസിലെ എല്ലാം, അതായത് PG തൊട്ട് PDF വരെ ചെയ്യുന്ന എല്ലാവരുമാണ് നമ്മളെ സംബന്ധിച്ച് പോപ്പുലേഷൻ. ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യുവർ സ്റ്റഡി ഈസ് ബേസ്ഡ് ഓൺ ദി ഫീഡ്ബാക്ക് ഓഫ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയേഴ്സ് ആവും. ആക്സസബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല ടീം പല രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് ഹോസ്റ്റലിലുള്ളവരുടെ നിന്ന് നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. കാരണം റിസർച്ചർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അവരായിരിക്കും.
പിന്നെ രണ്ടാമത്തെ ടീം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 5 പേരെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ആക്സസിബിൾ പോപ്പുലേഷൻ അതായിരിക്കും. ഈ ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, അതായത് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചറിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ആക്സസ് ഉള്ള, കാരണം എല്ലാവരിൽ നിന്നും നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ ഫീൽഡിൽ നിന്നും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ടോപ്പിക് എടുക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു ചെയ്യണമെന്ന് പലരും പറയുന്നു. ഓക്കെ, അപ്പൊ ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർക്ക് അവൈലബിൾ ആയിട്ടുള്ളവരുടെ, ചിലപ്പോൾ അഡ്രസ്സും ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അവരെ തപ്പി കണ്ടുപിടിച്ച് എടുക്കേണ്ട സിറ്റുവേഷൻ വരെ വരും. നെക്സ്റ്റ്, ഈ ആക്സസിബിൾ പോപ്പുലേഷന് നമ്മൾ എടുക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ദ പാർട്ട് ഓഫ് അവർ സ്റ്റഡി, അവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുക. ഈ പിക്ചർ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, ബിക്കോസ് ദി ഓറഞ്ച് വൺ ഡിപിക്സ് ദി പോപ്പുലേഷൻ, എല്ലാവരും വരുന്നത്. ടാർഗറ്റ് പോപ്പുലേഷൻ ഇസ് ദി ബ്ലൂ കളർ പാർട്ട്, ആൻഡ് ദി സാമ്പിൾ ഇസ് ദി മിഡിൽ പാർട്ട്. യെല്ലോ കളർ റെപ്രസെന്റ്സ് ദി ആക്സസിബിൾ പോപ്പുലേഷൻ. അപ്പൊ ഈ ടാർഗറ്റും ആക്സസിബിൾ പോപ്പുലേഷനും ഒന്നാണെന്ന് തോന്നും. ദ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത്, ദാറ്റ് ഇസ് ദി ടാർഗറ്റ് പോപ്പുലേഷൻ. ഇത് PG തൊട്ട് PDF നിന്ന് എല്ലാവരും വരും ഈ ഓറഞ്ച് വണ്ണില്. ബട്ട് യു ആർ സ്പെസിഫിക്കലി ഇൻട്രസ്റ്റഡ് എമംഗ് ദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അവരായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ വാട്ട് എവർ ദ ഇൻഫറൻസ്, നിങ്ങൾ എന്ത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എങ്കിലും നിങ്ങളുടെ സർവേയുടെ ബേസിസിൽ നിങ്ങൾ അത് എൻ്റയർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് പോപ്പുലേഷനിലോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈൻഡിങ്സിനെ നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നത്. ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹും ദി റിസർച്ചർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ജനറലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ഉള്ള, അല്ലെങ്കിൽ വി ഹാവ് ഫോക്കസ്ഡ് അവർ സ്റ്റഡി ടു ദി accessible population. Okay, next term is element. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് what is population, then what is sample, then next term is element or case. See the stars, the bigger circle. The bigger circle represents the population, and here the small circle represents, or the small oval shape represents the sample. Appo populationലുള്ള each and every item, each and every individual item, അതായത് ഇവിടെ ഓരോ സ്റ്റാർ ഓരോ കുട്ടിയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈച്ച് സ്റ്റാർ റെപ്രസെന്റ്സ് ഈച്ച് സ്റ്റുഡൻസ് ഓഫ് ദ ഫസ്റ്റ് ഇയേഴ്സ് എന്നാണെങ്കിൽ ആ ഓരോ വിദ്യാർത്ഥിയും നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ് ഓഫ് പോപ്പുലേഷൻ. അല്ലെങ്കിൽ സാമ്പിളിങ്ങിന്റെ പെർസ്പെക്റ്റീവില് എലമെന്റ് എന്ന് പറഞ്ഞാൽ, കാരണം എലമെന്റിന് ജനറൽ മീനിങ് കെമിസ്ട്രിയില് എലമെന്റ്സ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കില് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റഡിയെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസിനെയാണ് നമ്മൾ എലമെന്റ് എന്ന് വിളിക്കുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഒരു PDF ഉണ്ട്. നെക്സ്റ്റ് ടേം ഇസ് സാമ്പിളിംഗ് ഫ്രെയിം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സിലബസിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. എന്നാൽ MPhil കഴിഞ്ഞ് വൈവയ്ക്ക് ചോദിച്ചാൽ പലർക്കും സാമ്പിളിംഗ് ഫ്രെയിം എന്താണെന്ന് അറിയില്ല. 5 വർഷം റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റഡിക്കകത്ത് സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഐഡിയ ഒക്കെ മനുഷ്യർ മറക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇപ്പൊ അനാലിസിസ് ആണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് വർക്ക് ഇസ് ഗോയിങ് ഓൺ. എന്നുവെച്ചാൽ ബേസിക്സ് നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു PG ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വി ആർ ലൂസിങ് ഇറ്റ്. അപ്പം വൺ എമംഗ് ദാറ്റ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം. ദി കംപ്ലീറ്റ് ലിസ്റ്റ്, ഞാൻ വീണ്ടും ആ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളുടെ സ്റ്റഡിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ
നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. എൻ്റയർ ക്യാമ്പസിലുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താൽ ആ ലിസ്റ്റാണ് നിങ്ങളുടെ സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിമാണ്, സാമ്പിൾ അല്ല. വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ എല്ലാ വിദ്യാർത്ഥിനികളുടെയും പേര് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റാണ്. ദറ്റ് ഈസ് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് എന്തിനാ വെച്ചാ പറയുന്നത്? പോപ്പുലേഷനിലുള്ള ഓരോ കുട്ടികളെയും, അല്ലെങ്കിൽ ഫുൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിനിയാണ് ക്യാമ്പസിലെ എന്തെന്ന് പറയുന്നത്, എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ എലമെന്റ് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ യൂണിറ്റ്സ്, ഓൾ യൂണിറ്റ്സിന്റെ ഒരു ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അത് അഡ്രസ് ആവാം, ചിലപ്പോൾ ഫോൺ നമ്പർ ആവാം, ജോഗ്രഫിക്ക് ഏരിയാസ് ആവാം. അതൊരു സ്റ്റഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദി സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. സി, നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണോ സ്റ്റഡി ചെയ്യേണ്ടത്, ദാറ്റ് എലമെന്റ് ഇസ് ദ പോപ്പുലേഷൻ. ഓക്കെ, ദാറ്റ് ഇസ് ഏത് എലമെന്റിനെ പറ്റിയാണ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് യുവർ പോപ്പുലേഷൻ. സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ പോപ്പുലേഷൻ. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റെ സ്റ്റുഡൻസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവരുടെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുക. ഈ സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സാമ്പിൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ദി ഇൻഫറൻസ്. അതായത് ഒരു സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നിങ്ങൾ എല്ലാവരും ചെയ്തു വെച്ച കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഡിഗ്രി സമയത്ത് ഗ്രൂപ്പായിട്ടൊക്കെ നിങ്ങൾ ഓരോ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫൈൻഡിങ്, സജഷൻ, കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, ഗ്രൂപ്പ് വർക്ക് ആകുമ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്യും, നമ്മളതങ്ങ് വെക്കുകയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. അപ്പം ഒരു വർക്കിനകത്ത് നിങ്ങൾ അപ്പോൾ ചിലപ്പോൾ എല്ലാവരും എല്ലാവരും 50 പേരുടെ ഡേറ്റ് കളക്ട് ചെയ്തതാണ്, നമ്മുടെ ഗ്രൂപ്പ് 50 പേരുടെ കളക്ട് ചെയ്ത്, ഇങ്ങനെ വളരെ നിസ്സാരമായി കണ്ട ഒരു കാര്യത്തിന്റെ സയന്റിഫിക് പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫോൺ നമ്പർ ഉണ്ട്, ആ ഫോൺ നമ്പറിന്റെ ബേസിസിൽ യു വിൽ അറൈവ് അറ്റ് എ സാമ്പിൾ. ആ സാമ്പിളിന്റെ ബേസിസിൽ നിന്നും യു വിൽ അറൈവ് അറ്റ് ആൻ ഇൻഫറൻസ്. ഇൻഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡിയിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ അതിനെയാണ് ഇൻഫറൻസ് എന്ന് പറയുക. ഈ ഇൻഫറൻസ് ആരിലാണ് ജനറലൈസ് ചെയ്യുന്നത്? ടു ദി പോപ്പുലേഷൻ. ഓക്കെ, that inference is being about the population. അപ്പോൾ സാമ്പിളിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഒപ്പീനിയൻ അറിയാൻ പറ്റില്ല എന്നുള്ളതൊന്നും അല്ല. നമ്മൾ എടുക്കുന്ന സാമ്പിള് വളരെ കൃത്യമായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് ഓൾ ദി എലമെന്റ്സ്, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഇസ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമൺ മീനിങ് തന്നെയാണ്. ഇറ്റ്സ് ദ ക്വാളിറ്റി, ഇറ്റ് ഇസ് ദി ട്രെയ്റ്റ്. ക്വാളിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ട്രെയ്റ്റ് ഓഫ് ആൻ എലമെന്റ് ഓഫ് എ പോപ്പുലേഷൻ. നിങ്ങൾ അപ്പോഴേ ഞാൻ എലമെന്റ് എന്താന്ന് പറഞ്ഞല്ലോ. എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനിലെ ഓരോ സ്റ്റുഡന്റിനെയാണ് എലമെന്റ് എന്ന് പറയുന്നത്. ആ സ്റ്റുഡന്റിന്റെ ട്രെയ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റീനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് വൺ. മെഷർ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ് അല്ല, ഇറ്റ് ഇസ് പ്യുവർലി ക്വാളിറ്റേറ്റീവ്. ഇപ്പൊ ആട്രിബ്യൂട്ട് ഇൻ ദ സെൻസ്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് വൺ. ഒരു പോപ്പുലേഷനിലുള്ള എലമെന്റ്സ്, ഇപ്പൊ GBO ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ള സ്റ്റുഡൻസ്, ക്ലാസ്സിലുള്ള ഇപ്പൊ 20 നമ്പർ സ്റ്റുഡൻസ്, ഈ 20 നമ്പർ സ്റ്റുഡൻസ് പൊസസ് ചെയ്യുന്ന ട്രെയ്റ്റ്, അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് മെഷറാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് ഓരോ എലമെന്റിലും വ്യത്യാസമായിരിക്കും, കാരണം ഓരോ വിദ്യാർത്ഥിയും യൂണിക്കാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ആട്രിബ്യൂട്ട്. ഇനി അടുത്ത് നമ്മൾ കാണുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് സാമ്പിളിംഗ് ഫ്രെയിം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേം ആണ് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വളരെ ഒരു ക്രക്സ് ആയ കാര്യമാണ് പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്സും. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ
നമ്മൾ ഈ പഠിക്കും തോറും കുറേ കാര്യങ്ങൾ പഠിക്കും, അതവിടെ അങ്ങനെ കളയും, അതങ്ങ് പോകും. വി വിൽ മൂവ് ഓൺ. കാരണം ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് സബ്ജക്ട്സിൽ ചില കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. കാരണം മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് മെമ്മറി പരിമിതികളുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ എപ്പോഴും ഏത് ഉറക്കത്തിലും ചാടി വിളിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സാമ്പിളിംഗ് ഫ്രെയിം, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ പലർക്കും ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അത് അറിയുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ആ ടോപ്പിക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാനാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. എല്ലാവർക്കും പരിമിതികളുണ്ടാവും. സോ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ദർ ഇസ് 2 ടേം. ആക്ച്വലി ഇത് ടേംസ് നമ്മളിപ്പോൾ സാമ്പിളിങ്ങിന്റെ ടേംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും സാമ്പിളിങ്ങിന്റെ ടേംസ് തീരുകയാണ്. മീൻസ് ഈ ഒരു ടേമും നെക്സ്റ്റ് ടേമോട് കൂടി ടേംസ് തീരും. പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷനെ പറ്റിയുള്ള വാല്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. ഓക്കെ, ബോത്ത് സ്റ്റാർട്ട്സ് വിത്ത് പി. അപ്പം പോപ്പുലേഷനെ പറ്റി ഉള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾ 20 വിദ്യാർത്ഥിനികളും ക്ലാസ്സിൽ ഒരു ആവറേജ് മാർക്ക്, അതായത് നിങ്ങളുടെ ക്ലാസ്സിന്റെ മീൻ സ്കോർ, മീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ മാർക്സ്, അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് ആ പോപ്പുലേഷന്റെ വാല്യൂ ആണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മുടെ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ഇത്, ദിസ് ഇസ് ഡിഫറെന്റ് വൺ. സ്റ്റാറ്റിസ്റ്റിക് സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുക. ഓക്കെ, സോ ബോത്ത് സ്റ്റാർട്ട്സ് വിത്ത് എസ്. അപ്പൊ പോപ്പുലേഷന്റെ വാല്യൂസിനെ നമ്മൾ പാരാമീറ്റർ എന്നും സ്റ്റാറ്റിസ്റ്റിക്, അതായത് സാമ്പിളിൽ നിങ്ങൾ കണ്ടെത്തുന്ന വാല്യൂസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കും. ഇനിയെങ്കിലും ഇത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക, ബിക്കോസ് ഇറ്റ്സ് ആൻ ഈസി വേ. ഇത് നെറ്റ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഓക്കെ, മാത്സ് ഫോളോയിങ്ങിലേക്കാണ് വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പൊ പാരാമീറ്റർ എന്താണ്? ഇറ്റ് ഈസ് ദി ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ദ വാല്യൂ വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നത്, അത് മീൻ ആയാലും മീഡിയൻ ആയാലും മോഡ് ആയാലും, ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ഫ്രം ദ ഡേറ്റ ഓഫ് ദ പോപ്പുലേഷനെ പറ്റിയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ദ പാരാമീറ്റർ. Then statistics. Statistic refers to the value of a variable or the value which is calculated based on the sample. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ കേസ് പറഞ്ഞുകൊണ്ട് പറയാം, അവരെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് നമ്മൾ പോപ്പുലേഷൻ ആയിട്ട് എടുത്തത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ മാർക്സ് നമ്മൾ ആവറേജ് ചെയ്തെടുത്താൽ ദാറ്റ് ആവറേജ് അല്ലെങ്കിൽ ആ മീൻ എന്ന് പറയുന്നത് ഇസ് ദ പാരാമീറ്റർ. എന്നാൽ സ്പെസിഫിക്കലി നമ്മൾ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ലീഗൽ സ്റ്റഡീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആവറേജ് മാർക്ക് നോക്കിയാൽ അതെന്തായിരിക്കും? ദാറ്റ് ഇസ് ദി സ്റ്റാറ്റിസ്റ്റിക്. അതായത് എന്തിൽ നിന്നാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പോപ്പുലേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആ വാല്യൂവിനെ എന്തെന്ന് പറയും? പാരാമീറ്റർ എന്നും. ബട്ട് ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഫ്രം ദി സാമ്പിൾ, ഇറ്റ് ഇസ് കോൾഡ് ദി സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടിൽ നൗ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ട് ഇസ് സാമ്പിളിംഗ് നമ്മൾ പറഞ്ഞു, ആൻഡ് ദി ഡെഫിനിഷൻസ് ആർ കോൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു സാമ്പിളിംഗ്. ഈ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയേക്കും. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. What is the difference between census and sample? സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെ ആക്ച്വലി ഈ സാമ്പിളിങ് ഇതിൻ്റെയൊക്കെ കുറച്ച് പാർട്ടൊക്കെ നിങ്ങൾ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഫ്രം ദി +1 ക്ലാസ്. അവിടുന്ന് ഇവിടുന്നൊക്കെ എക്കണോമിക്സിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റിനകത്ത് നിങ്ങൾ +1 തൊട്ടേ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.
സെൻസസ് മെത്തേഡ്, ആസ് യു നോ, ഇറ്റ് ഇസ് ദ കംപ്ലീറ്റ് എന്യൂമറേഷൻ. അങ്ങനെ തന്നെ പറയാം, ഇറ്റ് ഇസ് ദ കംപ്ലീറ്റ് എന്യൂമറേഷൻ. എല്ലാ എലമെന്റിൽ നിന്നും നമ്മൾ ഒരു എലമെന്റിനെ പോലും വിടാതെ ഫുൾ യൂണിറ്റ്സ് എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളിൽ നിന്നും നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്താൽ ഇറ്റ് ബിക്കംസ് സെൻസസ്. ബട്ട് യു ആർ സെലക്ടിങ് ഫ്യൂ ഔട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഓർ എ റെപ്രസെന്റേറ്റീവ് portion from the population, and if you are making a study, it becomes the sampling method. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ഏത് കാര്യത്തിന് മാത്രമാണ്? ഇറ്റ് ഈസ് ഓൺലി ദ കേസ് ഓഫ് പോപ്പുലേഷൻ സെൻസസ് മാത്രമാണ് ചെയ്യുന്നത്. എവറി 10 years കൂടുമ്പോഴത്തേക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്റ്റഡിയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, so the last census is on 2011 ലാണ് ലാസ്റ്റ് സെൻസസ് വന്നത്. Then suitability, വളരെ ചെറിയൊരു ഏരിയ മാത്രമാണെങ്കിൽ we can go after the census method. കാരണം ഒരു ചെറിയ ഏരിയ കവർ ചെയ്താൽ മതി. അപ്പൊ എല്ലാ എലമെന്റിനെയും ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെയും ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എന്താണ് ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് നമുക്ക് പറയാം, ചെറിയ ഏരിയ ആണ്. ബട്ട് വെൻ ദി ഏരിയ ഈസ് വൈഡ്, പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവനുള്ളതൊക്കെ ആകുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ദാറ്റ് യു കോൺസെൻട്രേറ്റ് ഓൺ സെൻസസ്. അതുകൊണ്ട് തന്നെ സെൻസസ് ഉപയോഗിക്കുന്നത് പോപ്പുലേഷൻ സെൻസസ് മാത്രമാണ് ഇന്ത്യയിൽ. ദെൻ ഹൗ വിൽ യു മേക്ക് ദ കൺക്ലൂഷൻ? നമ്മളെ എല്ലാ ആൾക്കാരോടും ഡേറ്റ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരോടും ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ഹോൾ യൂണിവേഴ്സ്. പക്ഷേ സാമ്പിൾ മെത്തേഡിനകത്ത് യു വിൽ ബി ഡെറൈവിങ് ഓർ യു ആർ മേക്കിംഗ് കൺക്ലൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദ സാമ്പിൾ. പിന്നെ പറയേണ്ട കാര്യമില്ല, ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ് ആയിരിക്കും സെൻസസ്. ബട്ട് whereas സാമ്പിൾ വിൽ ബി എ ലെസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. പിന്നെ ദി നേച്ചർ ഓഫ് ദി ഐറ്റംസ്, നാച്ചുറൽ അല്ല നേച്ചർ ആണ്, കറക്ഷൻ ഉണ്ട്. സെൻസസ് മെത്തേഡിനകത്ത് ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യ മുഴുവൻ നമ്മൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ തന്നെ, ഓർ ഈവൻ കേരളം മൊത്തത്തിൽ ചെയ്യുവാണെങ്കിൽ തന്നെ, ദർ വിൽ ബി ഡൈവേഴ്സ് നേച്ചർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. സാമ്പിളിങ്ങിനകത്ത് where if the population is a homogeneous one, population is homogeneous in the sense that first year students, there is a homogeneity feature, കാരണം അവർ ഫസ്റ്റ് ഇയർ ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഹോമോജീനിറ്റി അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണ്, ഒരുപോലെ ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്തിട്ട് അതിൽ നിന്നും വളരെ കുറച്ച് പേരെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എടുത്താൽ സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ഓൾസോ വെരി മച്ച് സ്യൂട്ടബിൾ, പ്രൊവൈഡഡ് യു ആർ എൻഷുറിംഗ് ദി ഹോമോജീനിറ്റി. Then next thing is verification. Census method in data, means the result you are obtaining is an Herculean task. പിന്നെ അത് വെരിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഒരു വലിയ ബുദ്ധിമുട്ട്. ബട്ട് സാമ്പിളിംഗ് ഇറ്റ് ഇസ് വെരി ഈസി, ബിക്കോസ് വേറൊരു സാമ്പിളും കൂടെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ വെരിഫൈ. സെൻസസ് ഇസ് ദി ഓൾഡസ്റ്റ് വൺ എന്നൊരു ചിന്താഗതി പൊതുവേ ഉണ്ട്, കാരണം എല്ലാവരോടും ചോദിച്ചു ചെയ്യുന്നത്. ബട്ട് ദി സാമ്പിളിംഗ് മെത്തേഡ്സ്, ഈച്ച് ആൻഡ് എവറി ഡേ സാമ്പിളിംഗ് മെത്തേഡ്സിൽ തന്നെ മിക്സഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന രീതി വരെ ഉണ്ട്. അത്രത്തോളം ലേറ്റസ്റ്റ് ആയ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻസസ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ദർ ഷുഡ് ബി നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ്, മോർ നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ് വേണം. എന്നുവെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന എന്യൂമറേറ്റേഴ്സ് വളരെ കൂടുതൽ വേണം. പക്ഷെ സാമ്പിളിന് അങ്ങനെ കമ്പാരിറ്റീവ്ലി നമ്മൾ എടുക്കുന്ന എണ്ണം നമ്പേഴ്സ് കുറവായതുകൊണ്ട് തന്നെ we need not that much amount. Then the cost element.
ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് ടൈം ഒരുപാട് എന്യൂമറേറ്റേഴ്സിനെയൊക്കെ വെച്ച് എല്ലാ ഏരിയയും കവർ ചെയ്ത് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ്. സെൻസസ് മെത്തേഡ് ഇസ് എക്സ്പെൻസീവ്, ബട്ട് സാമ്പിൾ മെത്തേഡ് ഇസ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരുപാട് കാലം നിങ്ങൾ കേൾക്കുന്നതാണ് ഫ്രം യുവർ ഫസ്റ്റ് എന്താണ് +1 classes itself. You might be hearing the difference between census and sample. Moving on to the next topic, that is called the sample design. Very, very important topic. Sampling frame, statistic, parameter. ഈ 3 ടേം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഞാൻ ഇന്ന് പറയുന്നതിലുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ഇസ് സാമ്പിൾ ഡിസൈൻ. സോ ഇന്ന് പറഞ്ഞതിനകത്ത് സാമ്പിളിംഗ് ഫ്രെയിം ഇസ് ഇമ്പോർട്ടൻറ്റ്, statistic, parameter, and the next one is the sample design. Sample design എന്തായിരിക്കും? How you are going to make the sample? എത്ര യൂണിറ്റ് വേണം, എങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡിസൈൻ is called the sampling design. The sampling design gives you the basic idea to select the elements in a population. അതായത് ആ എൻറ്റയർ പോപ്പുലേഷനെ പറ്റി നമ്മളൊരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ ദ എലമെന്റ്സ് വിച്ച് യു ആർ ടേക്കിംഗ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എലമെന്റ്സ് വളരെ സൂക്ഷിച്ചായിരിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ദ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസ് ഓർ ദി ഒബ്ജക്ട്സ് വിച്ച് യു ആർ ഗോയിങ് ടു ടേക്ക് മസ്റ്റ് ബി വെരി കെയർഫുൾ. ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് ദി സ്റ്റഡി. സോ യു മസ്റ്റ് മേക്ക് ഇറ്റ് or you must do it very carefully. The sample design is the plan. Sample plan എന്ന് പറയാം. Sample design is also known as sample plan. എന്താണ് നമ്മുടെ റെലവൻറ്റ് പോപ്പുലേഷൻ? ദാറ്റ് ഇസ് ദ വിത്ത് റിഗാർഡ് ടു യുവർ സ്റ്റഡി വാട്ട് ഇസ് ദി റെലവൻറ്റ് പോപ്പുലേഷൻ? എന്ത് സാമ്പിളിംഗ് ഫ്രെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വെദർ ഇറ്റ് ഇസ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്, ഫോൺ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ആ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരാമീറ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളിലോടാണ് നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ ഈ സാമ്പിൾസിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടുത്തെ പാരാമീറ്റർ കേട്ടോ. വാട്ട് ഷുഡ് ബി ദ സാമ്പിൾ സൈസ്? 100 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണോ, 60 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണോ? ദാറ്റ് ഇസ് ദ സാമ്പിൾ സൈസ്. ആൻഡ് how much will be our sample cost? ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതെല്ലാം ഇൻവോൾവ് ചെയ്ത് നമ്മൾ എടുക്കുന്ന നേരത്തെ തീരുമാനിക്കുന്ന ഒരു പ്ലാനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ന് പറയും. Then of course the very next important area is the characteristics of a good sample. തുടക്കം തൊട്ടേ പറയുന്നുണ്ട് പോപ്പുലേഷനെ എന്ത് ചെയ്യുന്നതായിരിക്കണം, റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. That is, the sample which you are selecting must be a representative one. What else can be the other features? We can reply വേറെ എന്തൊക്കെ ആയിരിക്കണം? ഇത്രയും നേരം നമ്മൾ സാമ്പിളിങ് അതിൻ്റെ ഡെഫിനിഷൻസ് ഇതെല്ലാം കേട്ടു. സോ യു ക്യാൻ റെസ്പോണ്ട് വാട്ട് യു തിങ്ക്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റഡി ചെയ്യുവാണെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം അതിൻ്റെ എസെൻഷ്യൽസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ദാറ്റ് യു ക്യാൻ റെസ്പോണ്ട്. ചാറ്റ് ബോക്സിലൂടെ റിപ്ലൈ ചെയ്താൽ അങ്ങനെ ചെയ്യാം, ഓർ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ഷെയർ. അത് സെർച്ച് ചെയ്തൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. വാട്ട് ആർ ദി എസെൻഷ്യൽസ്? ഒരു സാമ്പിളിന് എന്തൊക്കെ ആയിരിക്കണം എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ? എനി ഐഡിയ? സാമ്പിളിൽ ഉള്ള എല്ലാ ആ പോപ്പുലേഷനിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും റെപ്രസെന്റേറ്റീവ് ആ സാമ്പിളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു മിറർ ഇമേജ് ആയിരിക്കണം, റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. വെരി ഗുഡ്. പിന്നെ ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ആസ് സെഡ്, ആനന്ദ് പറഞ്ഞ പോലെ, the first one is it should be a representative one. Representative in the sense that
ദ സാമ്പിൾ ടു ബി മെയ്ഡ് വാലിഡ് ആവണമെങ്കിൽ, നമ്മൾ എടുത്തതിന് ഒരു വാലിഡിറ്റി വരണമെങ്കിൽ it should have a representativeness of the entire population. അതായത് അവിടെ നമ്മളൊരു ബയാസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു റെപ്രസെൻറ്റേഷൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇഫ് യു ആർ ഡൂയിങ്, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൺ, റിസർച്ചറിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് യു ആർ കളക്ടിങ് ഡേറ്റ ഓൺലി ഫ്രം ദ ഹോസ്റ്റൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡേ സ്കോളേഴ്സിന്റെ വ്യൂ നഷ്ടപ്പെടുകയാണ് അവിടെ. അല്ലെങ്കിൽ അവർ വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ട് ദേ ഹാവ് ഇൻ ദ മൈൻഡ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. Then there should be accuracy. Accuracy means there should not be any influence among the sample. അതെ, എനിക്ക് ഈ സ്റ്റഡിയിൽ നിന്ന് ഇങ്ങനെയാണ് റിസൾട്ട് വരേണ്ടത് കേട്ടോ, അപ്പം അതിനനുസരിച്ച് വേണം താൻ ഈ ക്വസ്റ്റനറിന് റിപ്ലൈ തരാൻ എന്ന് തന്നെ നിങ്ങൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ there itself the accuracy is lost. എന്നുവെച്ചാൽ when you are conducting a study you should not have any prejudice, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കൺക്ലൂഷൻ, എൻ്റെ സ്റ്റഡിയിലെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രീ നോഷനോട് കൂടി ആവരുത് ചെയ്യാനായിട്ട്. ഇഫ് യു ആർ അണ്ടർടേക്കിംഗ് ഇൻ ദാറ്റ് മാനർ, ദ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്യപ്പെടും. സോ ദർ ഷുഡ് ബി ആക്യുറസി, വെരി 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 ഇമ്പോർട്ടൻറ്റ്. Precision is always been measured with the help of standard error അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് പറയാ, പ്രിസിഷൻ ഓഫ് ദി സാമ്പിൾ ഇസ് ഡിസ്കസ്ഡ്. എപ്പോഴും പ്രിസിഷൻ എന്ന് പറയുന്നത് ദ സ്മോളർ ദ സ്റ്റാൻഡേർഡ് എറർ ഓർ എസ്റ്റിമേറ്റ് the higher is the precision. എന്ന് വെച്ചാൽ അർത്ഥം എത്രത്തോളം സ്റ്റാൻഡേർഡ് എറർ ലീസ്റ്റ് ആവുന്നോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലീസ്റ്റ് ആവുന്നോ അത്രത്തോളം നമ്മുടെ സാമ്പിൾ പ്രിസൈസ് ആണ്. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദി സൈസ്. എ ഗുഡ് സാമ്പിൾ മസ്റ്റ് ബി adequate in the size. ഒരുപാട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വി വോണ്ട് ഗെറ്റ് ദി ആക്യുറേറ്റ് റിസൾട്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 പേര് 25 പേര് അങ്ങനെ, ഇഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ബീൻ റെഡ്യൂസ്ഡ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ദ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ സാമ്പിളിന്റെ സൈസ് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദ റിസൾട്ട് യു എക്സ്പെക്ട് ഫ്രം ദാറ്റ് സ്റ്റഡി. സോ ദാറ്റ് ഇസ് ദി കേസ് ഓഫ് സൈസ് എലമെന്റ് ഓർ ദി റോൾ ഓഫ് സാമ്പിൾ സൈസ്. അപ്പൊ ഇത്രയാണ്. ഇത് മാത്രമല്ല, ഇനി പറയാൻ നിന്നാൽ നമുക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 കാര്യങ്ങൾ മാത്രം ചുരുക്കി. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് റെപ്രസെന്റേഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഓൾവേസ് ദ വാലിഡിറ്റി, ഒരു സാമ്പിളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ സാമ്പിളുടെ ആക്യുറസിയും പ്രിസിഷനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. The precision element is very very important. ഒരു സാമ്പിളിന്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വരും. വാട്ട് ഡു യു മീൻ ബൈ പ്രിസിഷൻ ഓഫ് എ സാമ്പിൾ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റാൻഡേർഡ് എറർ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി സാമ്പിളിംഗ് പ്രോസസ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ്, ബട്ട് വി ആർ മേക്കിംഗ് ഇറ്റ് സീക്വൻസ്, 1 by 1 ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. ദ ഫസ്റ്റ് വൺ ഇസ് യു നീഡ് ടു നോ ദ പോപ്പുലേഷൻ. എന്തൊക്കെയാണ് എലമെന്റ്, ആരൊക്കെയാണ് യൂണിറ്റ്സ്, എത്ര സമയം കൊണ്ട്, ടൈം എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ പോപ്പുലേഷൻ മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് വെൽ. പോപ്പുലേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ദ സാമ്പിളിംഗ് ഫ്രെയിം. It can be based on the directory, it can be based on the admission register or the admission list collected from the CSS. Whatever be it, it should be a authentic one. അതായത് ഒരു authentic source എന്നായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. That is the sampling frame. That is the list of elements.
നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് യൂണിറ്റ്. നെക്സ്റ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ടുവേർഡ്സ് സ്പെസിഫൈങ് ദ സാമ്പിളിംഗ് യൂണിറ്റ്. So for example, even though we are interested to collect data from the first year students, നമുക്ക് നേരിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സായി ഉള്ളവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാലൊക്കെ കിട്ടുമായിരിക്കാം. ബട്ട് വെൻ ഇറ്റ് ഈസ് ദ കേസ് ഓഫ് കോൺഫിഡൻഷ്യൽ ഡേറ്റ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ബാങ്ക്സ് അങ്ങനെയൊക്കെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളതോ കോൺഫിഡൻഷ്യലിറ്റി കൂടുതലുള്ള ഡേറ്റാസ് വരുമ്പോൾ യു കാണ്ട് അപ്രോച്ച് ദം ഡയറക്റ്റ്ലി. ഇപ്പൊ തന്നെ സപ്പോസ് വിചാരിക്കുക, ഇപ്പൊ പാൻഡമിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തമ്മിൽ നമുക്ക് കാണാനും കണ്ടുമുട്ടിയിരുന്ന് സംസാരിക്കാനുള്ളതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ സപ്പോസ് യു തിങ്ക് ദാറ്റ് യു നീഡ് ദ പെർമിഷൻ ഫ്രം ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. സോ ദർ ഇസ് അനദർ എലമെന്റ് കമ്മിങ് ഇൻ ടു ദ പിക്ചർ, ദി HODs ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ HOD അപ്രോച്ച് ചെയ്താലേ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ, ദി സാമ്പിളിംഗ് യൂണിറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പോ ഒന്നും വേണ്ട, ലീവ് ഇറ്റ്. യു ആർ ഗോയിങ് ടു സ്റ്റഡി ദി വർക്ക് ലൈഫ് ബാലൻസ് ഓഫ് പോലീസ്മെൻ, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് ടൈം. അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ, ലൈഫ് ഇല്ല ശരിക്കും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, യു ആർ ഗോയിങ് ടു സ്റ്റഡി. എൻ്റെ കേരള നിങ്ങളെടുത്ത് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കും. വാട്ട് യു നീഡ്, റീജിയണലിസ്റ്റിക്കലി നിങ്ങൾക്ക് നേരിട്ട് പോലീസ് കോൺസ്റ്റബിൾസിനോട് എത്താനായിട്ട് ഒരു വഴിയില്ലെന്ന് വിചാരിക്കുക, ഓർ ടു ദി പോലീസ് ഓഫീസേഴ്സ് ഹൂഎവർ ബി. യു നീഡ് സീക്ക് പെർമിഷൻസ് ഫ്രം ദി ഹെഡ്സ്. ഓരോ ഡിസ്ട്രിക്ട് ഇതിനകത്തുള്ള പോലീസ് ഹയർ ഓഫീസേഴ്സിനെ കണ്ടു മാത്രമേ പോകാൻ പറ്റൂ. അപ്പൊ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എലമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ഓൾ ദോസ് ഹു ആർ ബീൻ പോസ്റ്റഡ് ഇൻ ദ ഡ്യൂട്ടി ആണ്. ബട്ട് ഇൻ ഓർഡർ ടു റീച്ച് ദം യു ഹാവ് ടു അപ്രോച്ച് എറ്റ് അനദർ പേഴ്സൺ. സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് തിങ് ഇസ് സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സാമ്പിൾസിനെ സിലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ വന്നിട്ട് റോൾ നമ്പർ വൈസ് സാമ്പിൾ സെലക്ട് ചെയ്യാം, ഓക്കെ, റീജിയണൽ വൈസ് സാമ്പിൾ കളക്ട് ചെയ്യാം, ജെൻഡർ വൈസ് കളക്ട് ചെയ്യാം. ദർ ആർ വേരിയസ് മെത്തേഡ്സ്. ജെൻഡർ വൈസ് ഒന്നും ആരും ചെയ്യാറില്ല, കാരണം വി നീഡ് ദ റെപ്രസെൻറ്റേഷൻസ് ഫോർ ബോത്ത് ജെൻഡർ. അപ്പോൾ ദർ ആർ വേരിയസ് മെത്തേഡ്സ്. അതെന്താണ് നമ്മൾ പിന്നീട് കാണും. ദർ ഇസ് പ്രോബബിലിറ്റി മെത്തേഡ്സ് ആൻഡ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്, essay ക്വസ്റ്റ്യൻ വരെ വരും, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ്. നെക്സ്റ്റ് സെഷനിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ചാപ്റ്ററിലെ ഒരു essay ക്വസ്റ്റ്യൻ ഉറപ്പ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആയിരിക്കും. വരും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതായിരിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ മെത്തേഡ്സ്. സോ വി വിൽ ഡിസ്കസ് ദി സാമ്പിളിംഗ് മെത്തേഡ്സ് ദർ. നിങ്ങൾ കൂടുതലും ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ലെവലിലുള്ള പ്രൊജക്റ്റിലൊക്കെ കൺവീനിയൻസ് സാമ്പിളിംഗ് ആയിരിക്കും ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സാമ്പിളിംഗ് എന്താണെന്നോ ഈ റിസർച്ച് മെത്തഡോളജി എന്താണോ സാമ്പിളിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പോലും അറിയാതായിരിക്കും നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ലീവ് ഇറ്റ്. We will discuss on sampling method in the next session on detail. After fixing the sampling method, പിന്നീട് നമ്മൾ തീരുമാനിക്കുക our sample size, the number of students അല്ലെങ്കിൽ number of police officers, whatever be. നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അവർ 100 ആണോ 1000 ആണോ അങ്ങനെ എണ്ണം നിങ്ങൾ ഫിക്സ് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര പേരെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ഇതിന് ശരിക്കും PhD ലെവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും there are formulas used to fix the sample size. നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ അറിയാമെങ്കിൽ ആ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സാമ്പിൾ സൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഫോർമുല ഒക്കെ യൂസ് ചെയ്താൽ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ കേസ് ഓഫ് PhD ലെവൽ. അല്ലാത്ത കേസ് നമ്മൾ സാമ്പിൾ സൈസ് ചെയ്യുന്ന ഹൗ ടു ഡിറ്റർമൈൻ സാമ്പിൾ സൈസസ് എറ്റ് അനദർ ടോപ്പിക് ദാറ്റ് വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ഇസ് സാമ്പിളിംഗ് പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞ സാമ്പിൾ ഡിസൈൻ. സാമ്പിളിംഗ് പ്ലാൻ അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സിലക്ട് ദ സാമ്പിൾ. സോ സാമ്പിളിംഗ് ഡിസൈൻ തന്നെയാണ് സാമ്പിളിംഗ് പ്ലാൻ. പക്ഷെ സാമ്പിളിംഗ് പ്ലാൻ കുറച്ചും കൂടെ ഞാനൊന്ന്
വേറിട്ട് പറയുന്നേ ഉള്ളൂ. ബേസിക്കലി ഒരു സാമ്പിളിംഗ് പ്ലാനകത്ത് ആരൊക്കെയാണ് യൂണിറ്റ്, ഡോക്ടേഴ്സ് ആണോ, ടീച്ചേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ, പോലീസ് കോൺസ്റ്റബിൾസ് ആണോ? ഇതിനകത്ത് പോലീസിൽ തന്നെ കോൺസ്റ്റബിൾസ് ഉണ്ട്, CI ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ SI ഉണ്ട്, സർക്കിൾ ഉണ്ട്. അങ്ങനെ ആര് വേണം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് പോവാം. ഇപ്പൊ ക്യാമ്പസിൽ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വേണോ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് വേണോ, PhD-കാർ വേണോ, PDF-കാർ വേണോ? അപ്പൊ അങ്ങനെ സാമ്പിളിംഗ് യൂണിറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഔട്ട് ഓഫ് ദ പോപ്പുലേഷൻ. സാമ്പിൾ സൈസ്, എത്ര പേര് വേണം, ദ നമ്പർ ആൻഡ് ദ പ്രൊസീജിയർ, ഈ ആൾക്കാരെ നമ്മൾ എടുക്കുന്ന പ്രൊസീജിയർ, അതിനാണ് സാമ്പിളിംഗ് മെത്തേഡ് ഓർ സാമ്പിളിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്തെന്നാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ സാമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്ലാൻ. So this is the process involved in the sampling process. And why we need, അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തിനാ ഇങ്ങനെ സാമ്പിളിംഗ് ഒക്കെ ചെയ്യുന്നത്? As you all know, time can be a factor, area can be a factor. ഒരു പ്രദേശം മുഴുവൻ നമുക്ക് നടന്ന് തിരിഞ്ഞ് കണ്ടുപിടിച്ച് അതിനുള്ള സമയമില്ല. There are various limitations faced. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ ഒരു വലിയ അങ്ങനെ തന്നെ നിൽക്കും. വി കാണ്ട് ഓവർകം. സോ വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദി സാമ്പിളിംഗ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് സേവ്സ് മണി. നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കും. ഇറ്റ് സേവ്സ് ടൈം. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞ 3 days നിങ്ങൾ ചെയ്തു തരിക എന്നുള്ള ടൈം എലമെന്റാണ് നിങ്ങളെ പിന്നിലേക്ക് വരിക്കുന്നത്. അല്ലെങ്കിൽ യു വിൽ ബി ഏബിൾ ടു കളക്ട് ഡേറ്റ ഫ്രം മെനി സ്റ്റുഡൻസ്. മെജോറിറ്റി സ്റ്റുഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യും. ദെൻ ഈവൻ ദോ നിങ്ങൾ 100 വിദ്യാർത്ഥിനികളെയോ 60 പേരെയോ 50 പേരെയോ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ സാമ്പിൾ സൈസ്, യു വിൽ ഗെറ്റ് എ ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് മെഷർമെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചാണ് പഠിച്ചതെങ്കിലും ആ പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട്. ഓർ if you are making a study, you know the part, even though if you are doing it only in a small manner, you have conducted it very much in better manner. So when the population is infinite, കേരളം മുഴുവൻ സ്പ്രെഡഡ് ആണ്, അല്ലെങ്കിൽ your area, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയിലുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇസ് സിറ്റുവേറ്റഡ് ത്രൂ ഔട്ട് കേരള. മൈഗ്രന്റ് ലേബേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇഫ് ദ പോപ്പുലേഷൻ ഇസ് ഇൻഫിനിറ്റ്, യു ഹാവ് ടു ലിമിറ്റ് യുവർ സ്റ്റഡി, അല്ലെങ്കിൽ സാമ്പിളിംഗ് ബിക്കംസ് എ നെസസിറ്റി. നെക്സ്റ്റ് തിങ് ഇസ്, ഞാൻ പറഞ്ഞ പോലെ വൈഡ് ഏരിയ ആണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ സാമ്പിളിംഗ്. Then where the study of an item causes its destruction. So for example, bulb, electric bulbs, 1000 എണ്ണൊക്കെ ഒരു ബൾക്ക് അല്ലെങ്കിൽ ഒരു പാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഈ 1000 എണ്ണം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക്, whether we can ensure that the 1000 bulbs are working, ഈ 1000 എണ്ണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടെസ്റ്റ് ചെയ്യേണ്ടി വരും. 1000 എണ്ണം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിന് എന്തെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പൊ ആക്ച്വലി അവിടെ ചെയ്യുന്ന എന്താ, റാൻഡം ആയിട്ട് കുറച്ച് ബൾബ്, മാനുഫാക്ചർ ചെയ്ത ബൾബ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് നമുക്ക് 1000 എണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഈ 1000 എണ്ണം നമുക്ക് ഹോൾഡറിലിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഐറ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വരാം. That is, there are cases or there are situations where we cannot take all the items. എല്ലാ കാര്യത്തിനെയും നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റില്ല, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിലൊക്കെ വി ആർ ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് സാമ്പിളിംഗ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി നീഡ് ഫോർ സാമ്പിളിംഗ്. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ ഇനി ഒരു മൂന്ന് ഏരിയ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്. അതും കൂടെ പറയുമ്പോഴത്തേക്കും വി വിൽ വൈൻഡ് അപ്പ്. സോ ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ വൺ അമംഗ് ദ തിങ്സ്, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് മാത്രമേ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അപ്പോൾ വി ക്യാൻ സേവ് അവർ ടൈം ആൻഡ് എനർജി, ബട്ട് അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. സെക്കൻഡ് തിങ്, ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ സെലക്ടിങ് ഓൺലി ഫ്യൂ ഐറ്റംസ് ഫ്രം ദി ടോട്ടൽ പോപ്പുലേഷൻ.
scrutiny of all the results available is possible. Scrutiny is you can make sure you can verify. നമ്മൾ സെൻസസിന്റെ സാമ്പിളിന്റെ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. You will be able to verify. ആ വെരിഫിക്കേഷൻ പോസിബിൾ ആയിരിക്കും if it is the case of sampling. Then intensive study is possible. That is few items മാത്രം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് intensive ആയിട്ട് ആ ഒരു കാര്യം സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. Then collecting of information is very easy. Since the entire universe is not considered or not considered as part of study, it is very easy to collect information from your desired unit. Whatever നമ്മൾ selected representatives നെ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ we will be obtaining the results from the sample as just like you are obtaining it from the population. നമുക്ക് വേണ്ട required results നമുക്ക് obtain ചെയ്യാനായിട്ട് പറ്റും. Of course, moving on to the next area, that is the advantages of sampling. What all advantages are there? First one, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, less time and effort. സമയം കുറച്ച് മതി, effort അതിനനുസരിച്ച് കുറയ്ക്കാം. Cost, less cost, more reliable. നമ്മൾ even though we are taking only 100 units or 100 students, ആ 100ൽ ഡീറ്റെയിൽഡ് ആൻഡ് ഇൻറ്റൻസീവ് സ്റ്റഡി ഇസ് പോസിബിൾ. അതുകൊണ്ടാണ് ആ റിസൾട്ട് നമുക്ക് റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയും. ദെൻ ഓഫ് കോഴ്സ് മിക്ക സാഹചര്യങ്ങളിലും നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത് ഇസ് ബേസ്ഡ് ഓൺ അവർ കൺവീനിയൻസ്. എക്സ്പെർട്സ് ആയാലും എന്യൂമറേറ്റേഴ്സ് ആയാലും ഒരു ചെറിയ രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺവീനിയൻസ് ഉള്ളത്. മോർ ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഓൾറെഡി സെഡ് പാർട്ട് ഓഫ് പോപ്പുലേഷൻ അതിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് മോർ ഡീറ്റെയിൽഡ്. ആസ് ഐ സെഡ് ഏർലിയർ, ഒരു റിക്വയർഡ് ഇൻഫർമേഷൻ, ഇപ്പൊ ബൾബിന്റെ കേസൊക്കെ ആയാലും ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പൊ നമുക്ക് വി ആർ ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് ദി സാമ്പിളിംഗ് മെത്തേഡ് when it is the case of testing the life of bulbs and all. Then it is the time element which makes it apt or make it adequate. Chala situation we are very much forced to adopt the sampling method. കാരണം ആ സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ടൈമിൽ ഇറ്റ് വോണ്ട് ബി പ്രാക്ടിക്കൽ or practicable to collect data. So this is all about the advantages of sampling. Moving on to the last area, that is the limitations of sampling. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വന്നതിനകത്ത് സാമ്പിൾ ഡിസൈൻ, സാമ്പിളിംഗ് ഫ്രെയിം, സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പാരാമീറ്റർ, അപ്പൊ ഈ എല്ലാ കേസിലും നമ്മൾ ഇതിൽ നിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി മെയ്ഡ് ഇറ്റ് കെയർഫുള്ളി, വെൽ പ്ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ യു വോണ്ട് ഒബ്റ്റെയിൻ ദ റിസൾട്ട്സ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പ്രൊസീജിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, യു നീഡ് ദി സർവീസ് ഓഫ് എക്സ്പേർട്ട്. അതായത് എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം. ഞാൻ അപ്പോഴേ പറഞ്ഞ പ്രിജുഡൈസ്, മുൻകാലത്തോട് ഇതിങ്ങനെയൊക്കെ വരുള്ളൂ, ദി റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയൊക്കെ നമുക്കൊരു ബയാസ്, ഒരു പ്രിജുഡിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷ്യൂർലി ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ അവർ സ്റ്റഡി. യൂണിവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വളരെ പെർഫെക്റ്റ് ആയ ഒരു സാമ്പിൾ ഒന്നും നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, എസ്പെഷ്യലി വെൻ യു ആർ സെലക്ടിങ് ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഇസ് നോട്ട് സോ ഈസി. ബട്ട് എന്താണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ വി ക്യാൻ ട്രൈ ടു ടേക്ക് സ്റ്റെപ്സ് ടു എൻഷുർ ദാറ്റ്. അതുപോലെ എല്ലാ എലമെന്റിൽ നിന്നും, ഇപ്പം പോപ്പുലേഷൻ ഡേറ്റ, വി നീഡ് ദി ഡേറ്റ ഓഫ് ഓൾ ദി റെസിഡൻസ് അല്ലെങ്കിൽ ഓൾ ദി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ, റെസിഡൻസ് ആണ് കൂടുതലും വരുന്നത്, ലീവ് ദ സിറ്റിസൺസ് പാർട്ട്. അപ്പൊ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക ഈസ് മാൻഡേറ്ററി. അപ്പൊ നമുക്ക് സാമ്പിളിംഗ് ടെക്നിക് വി വോണ്ട് യു ഫീൽ ഇറ്റ് ആസ് ഫിറ്റ് ഫോർ യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് സാമ്പിളിംഗ്. സോ ടുഡേ ഈ സെഷനിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ഇസ് സാമ്പിളിംഗ്, what are the concepts relating to sampling or the definitions relating to sampling, then what is sample design, what are the characteristics of good sample,
എന്തൊക്കെയാണ് സ്റ്റെപ്സ് അഡോപ്റ്റ് ചെയ്യുന്നത് സാമ്പിളിങ്ങിന്, അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്രോസസ്സ് എന്താണ്, വാട്ട് ഇസ് സാമ്പിളിംഗ് പ്ലാൻ, census versus sampling, the difference between census method and sampling method, what is the need for sampling and importance of sampling, and finally we have discussed the advantages and disadvantages of sampling. So if you have any doubts, you can ask me. So thank you for your patient listen.